അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന ആയത്ത് സൂറത്ത് ആൽ ഇംറാനിലെ 159 ആയത്താണ്. ഈ ആയത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉഹദ് യുദ്ധമാണ്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബൽ റുമാത്തിൻ്റെ മുകളിലേക്ക് ഒരു 50 അംഗ സംഘത്തെ നിയോഗിക്കുന്നുണ്ട്. നിയോഗിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ശത്രുക്കളുടെ എല്ലാ നീക്കങ്ങളെയും നിരീക്ഷിക്കുകയും അതിലൂടെ ശത്രുക്കൾ എവിടെയാണോ ആക്രമിക്കേണ്ടത് ആ കൃത്യമായ സ്ഥലത്ത് ആക്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകൾ നിർത്തുന്നതിന് ലക്ഷ്യം. പക്ഷേ യുദ്ധം പെട്ടെന്ന് അവസാനിച്ചു എന്ന് തോന്നുന്ന ഒരു സന്ദർഭമുണ്ടായി, അഥവാ ശത്രുക്കൾ തിരിഞ്ഞോടുന്ന ഒരു സന്ദർഭമുണ്ടായി. അപ്പോൾ ആളുകളെല്ലാം യുദ്ധമുദ്രകൾ ഒരുമിച്ച് കൂട്ടാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഈ മലയുടെ മുകളിൽ നിൽക്കുന്ന സംഘം അവരുടെ ക്യാപ്റ്റൻ അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ അനുവാദം ഇല്ലാതെ താഴത്തോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ആദ്യം പറഞ്ഞിരുന്നു, അവിടെ ഞാൻ എപ്പോഴാണോ പറയുന്നത് ആ സമയത്താണ് ഇറങ്ങേണ്ടതെന്നുള്ള രീതിയിലുള്ളൊരു സന്ദേശം നബി തങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു. അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അവരോട് ഇറങ്ങരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇത് രണ്ടും അവർക്ക് അനുസരിക്കാൻ പറ്റിയില്ല. ഒരു സാഹചര്യത്തിൽ അവർ ഇറങ്ങുകയും അങ്ങനെ ഇറങ്ങിയത് മൂലം യുദ്ധം അവസാന ഘട്ടത്തിൽ എല്ലാവർക്കും അറിഞ്ഞ ചരിത്രമാണ്, അവസാന ഘട്ടത്തിൽ മുസ്ലിങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഈ ആയത്ത് ഇറങ്ങുന്ന ഒരു പശ്ചാത്തലം നമ്മൾ വിശദീകരിച്ച്, അപ്പോൾ ഇതിൻ്റെ ഒരു അനന്തരഫലം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധത്തിലൂടെ വലിയ നഷ്ടം മുസ്ലിങ്ങൾക്കുണ്ട്. അഥവാ മുസ്ലിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ളൊരു ലാഞ്ചന പോലും സംഭവിക്കുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നുണ്ട്. ഒരുപാട് സ്വഹാബാക്കൾ 70 സ്വഹാബാക്കൾ കൊല്ലപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വലിയ നഷ്ടമുണ്ടായ യുദ്ധമാണ് ഉഹദ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള കാരണം, അത് ആദ്യമേ വിജയിച്ചൊരു യുദ്ധം പരാജയത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഉഹദ് മലയുടെ മുകളിൽ അഥവാ ജബൽ റുമാത്തിൻ്റെ മുകളിൽ നിർത്തിയ സംഘം താഴെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവർ താഴെ ഇറങ്ങിയത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അവർക്കെതിരെ നബി തങ്ങൾ എന്ത് നടപടി സ്വീകരിക്കുന്നുള്ളൊരു ആകാംക്ഷ ഉണ്ട്. ആ സമയത്താണ് ഈ ഒരു ആയത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നബി തങ്ങൾ അവരോട് അവിടെ ചെയ്യുന്നത് മാപ്പാക്കുക എന്നുള്ളത്. മാപ്പാക്കുക എന്ന് മാത്രമല്ല, അവരെ ചേർത്ത് നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു യുദ്ധത്തിൽ അവർ നടത്തിയ പിഴവുകളൊന്നും വലിയ കാര്യമാക്കാതെ, ഇത്ര വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നൊരു സംഭവമാക്കാതെ അവരെ ചേർത്തിരുത്തി ഒരു കൂട്ടിപ്പിടിക്കലിൻ്റെ പാഠം കാണിച്ചെടുക്കണേ. നമ്മളെ കൊണ്ട് നല്ല ലോകത്തൊരാളെ കൊണ്ടും സാധിക്കാത്തൊരു കാര്യമാണ്. സാധിക്കും തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ ആർമിയിലാണെങ്കിൽ ഡിസ്മിസ് ഉറപ്പാണ്. ഇപ്പോൾ ഈവൻ ഫാമിലിയിലാണെങ്കിൽ പോലും മാതാപിതാക്കൾ, കുട്ടികൾ, അവിടെ നമ്മൾ അവരായിട്ടുള്ള ബന്ധം അൺകണ്ടീഷണല്ലോ എന്ന് പറയും. പക്ഷേ അവിടെ കുട്ടികളിൽ നിന്നുണ്ടാകുന്നൊരു പിഴവ്, അതിന് മാതാപിതാക്കൾ ചിലപ്പോൾ ചില നടപടികൾ, ശിക്ഷ സ്വീകരിച്ചിരിക്കുക. പക്ഷേ ഇവിടെ സ്വന്തം ജീവന് അപായം സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച അവിടെ ഒരു മാപ്പ് കൊടുക്കുന്ന സിറ്റുവേഷൻ, ശരിക്കും അതൊരു എംപത്തറ്റിക് മൊമെൻ്റായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഈ എമ്പതി എന്നൊക്കെ പറയുമ്പോൾ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബുഫാല ഒരു പഠനം നടത്തുന്നുണ്ട്. അതിൽ അവർ ഒരു സോഷ്യൽ വർക്കറിന്, ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഉണ്ടെന്നത് എമ്പതിയാണ്. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് അതന്നെയല്ലേ കാണാൻ സാധിക്കുന്നത്. സ്വഹാബാക്കളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് നബി തങ്ങൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പരിഹരിക്കുകയാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ കരുതിയിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ സമയവും പള്ളിയിൽ ഇബാദത്തൊക്കെ ആയിട്ട് ദിക്റും സലാത്തൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരത്തിലൊരു ആബിദ അവരോട് കൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നല്ല ഖുർആൻ പറയുന്നത്. നബി തങ്ങളിൽ നമുക്കൊരു ഉത്തമമായ ഒരു മാതൃകയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരേ സമയത്ത് ഒരു ആബിദാവാനും അതുപോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു നേതാവാനും, അങ്ങനെ ഒട്ടനവധി മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊരു നല്ല മാതൃകയുണ്ട്. അതെ, ആബിദ് എന്ന് പറയുമ്പോൾ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും മറ്റ് അമലുകളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ആബിദാണ് നബി. അതോടൊപ്പം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് നിന്ന് അവരുടെ കൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഏതൊക്കെ രീതിയിൽ വേണോ. ഇപ്പോൾ പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് നബി തങ്ങളാണ് കല്ലേറ്റി കൊണ്ടുവരുന്നത്. അങ്ങനെ എല്ലാത്തിനും കൂടെയുള്ള ഒരാൾ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇപ്പോൾ ഈ ആയത്തിൽ തന്നെ ഫബിമ റഹ്മത്തി മിനല്ലാഹ് എന്നുള്ള മാ എന്ന അക്ഷരത്തെ ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ഫബി അയ്യ റഹ്മത്തി മിനല്ലാഹ് എന്ന്, ഒരു ആശ്ചര്യം കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ ഏത് കാരുണ്യം കൊണ്ടാണ് നബിയെ അങ്ങേക്ക് ഇങ്ങനെ സാധിച്ചതെന്ന് ചോദിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ലിൻതലവും അവരോട് മൃദുലത കാണിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൽ വെറുതെ ഉള്ളൊരു മൃദുലത കാണിക്കലല്ല, അവർക്ക് മാപ്പ്, ഇത്രയും വലിയ തെറ്റിന് മാപ്പ് കൊടുത്തത് ഓക്കെ. അതിന് പുറമെ നബി തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? അവർക്ക് മാപ്പ് നൽകുക എന്നുള്ളതാണ്. നബി തങ്ങൾ ചെയ്തു. അള്ളാഹു പറയുന്നു ഫഅഫു അൻഹും, നബി തങ്ങളത് മാപ്പ് കൊടുത്തു. എന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? അവർക്ക് നബി തങ്ങളുടെ പരിധിയിൽ വരാത്തത് അള്ളാഹുവിൻ്റെ പരിധിയിലുള്ള കാര്യമാണ്.
അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അസ്തഗ്ഫിർലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടുക. നബിതങ്ങൾ പ്രാർത്ഥിച്ച ഉത്തരവർപ്പാണ്, അത് നബിതങ്ങൾ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ടോ ഷാവിരഹും ഫിൽ പിന്നെ അവർ മാറ്റി നിർത്തില്ല, അവരെ കൂട്ടത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. അവർ തെറ്റ് ചെയ്തവരെ വിചാരിച്ച് സമൂഹത്തിൽ ഭ്രഷ്ടമൊന്നുമില്ല, അവരെ ചേർത്ത് നിർത്തി അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ്. ഈ ഒരു കൂട്ടിപ്പിടിക്കൽ എല്ലായിടത്തും എല്ലാവരുടെ ആ സ്വഭാവത്തിൽ നബീൻ്റെ ഒരു വളരെ വൃത്തിയുള്ളൊരു സ്വഭാവം. വൈന്നക്കല അല ഹുലുഖിൻ അലീം എന്ന് ഖുർആൻ പറഞ്ഞല്ലോ, ആ രീതിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അനസ്റുല്ലാൻ്റെ കോട്ടിങ് ഉണ്ട്. അനസ്റുല്ലാ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 10 വർഷം സേവനം ചെയ്തു. നബി തങ്ങളുടെ അടുത്ത് 10 വർഷം ഉണ്ടായിരുന്നു. അതിൽ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്തൊരു പ്രവർത്തനം കാണിച്ചിട്ട് എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ചെയ്യാത്തൊരു കാര്യം ചെയ്തിട്ട് നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ, അങ്ങനെ ചോദിക്കുന്ന ഒരു സ്വഭാവം നബിയുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് അനസ്റുല്ലാ എന്ന് പറയുന്നത്. അപ്പോൾ വലവ് കുന്ത ഫള്ളൻ വലിയതൽ കൽബി, താങ്കളൊരു കഠിന ഹൃദയനും പരുഷ പ്രകൃതക്കാരനൊക്കെ ആയിരുന്നെങ്കിൽ ഇവർ ഓടിപ്പോവും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ നബി തങ്ങൾ അങ്ങനെ ആയിരുന്നില്ല, അതുകൊണ്ട് ഒരു കാന്തം പോലെ നബിയിലേക്ക് വന്നതാണ്. പി അനസ്റുല്ലാനും ആയതും അതുപോലെ ബാക്കിയുള്ള ഒരുപാട് പേരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ചേർന്ന് നിന്നത് നബിയുടെ സ്വഭാവം കൊണ്ടാണ്. അനസ് റളിയല്ലാഹുവിൻ്റെ അനിയൻ അബൂമേറിൻ്റെ ഒരു കഥ ഉണ്ടല്ലോ. അപ്പോൾ അബൂമേറിന് കുരുവികൾ ഭയങ്കര ഇഷ്ടമാണ്. റസൂലുള്ളാഹിക്ക് ഇതറിയാം. അപ്പോൾ റസൂലുള്ളാഹി ഒരു ദിവസം നടന്നു പോകുമ്പോൾ അബൂമേർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടു. അപ്പോൾ ആ സമയത്ത് ആ കുരുവിയെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ദുഃഖിക്കുന്ന അബൂമേറിൻ്റെ അടുത്ത് ചെന്ന് താലോലിച്ച് സാന്ത്വനപ്പെടുത്തുന്ന ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളവിടെ കണ്ട്. മറ്റൊരു കുട്ടിയുടെ ഒരു ചരിത്രം, റസൂലുള്ളാഹി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പെരുന്നാൾ ദിവസമാണ്. അപ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ഉല്ലസിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നൊരു നിമിഷം. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ദുഃഖിക്കുന്ന കണ്ടപ്പോൾ ആ കുട്ടി യതീമാണ്. അപ്പോൾ റസൂലുള്ളാഹി അടുത്ത് ചെന്ന് ആ കുട്ടിയെ സാന്ത്വനിപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നിട്ട് ഭക്ഷണം കൊടുത്ത് വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് ആ കുട്ടിയെ താലോലിക്കുന്ന ഒരു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബപരമായിട്ട്, നേതൃത്വപരമായിട്ട്, ഭരണപരമായിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൃദുലതയുടെ ഒരു ഏറ്റവും നല്ലൊരു മനോഹരമായ ഒരു രംഗം റസൂലുള്ളാഹി അവിടെ വളരെ മനോഹരമായിട്ടൊരു സമീപനം നമുക്കവിടെ കാണാൻ സാധിച്ചു. എന്നാൽ നബിതങ്ങളുടെ മൃദുലത പോലെ തന്നെ കണിശത പാലിക്കേണ്ട സന്ദർഭങ്ങളിൽ നബിതങ്ങൾ കണിശതയും പാലിക്കുന്നുണ്ട്. ഇപ്പോൾ ഖന്തക്ക് യുദ്ധ സന്ദർഭത്തിൽ ജൂതന്മാർ വഞ്ചിച്ച സമയത്ത് നബിതങ്ങൾ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നുണ്ട്. അവിടെ പോലും നബിതങ്ങൾ ഒരു നീതി പാലിക്കുന്നുണ്ട്. അഥവാ ഈ മൃദുലത തന്നെ നബിതങ്ങളുടെ മൃദുലതക്കും അവിടെ ഒരു ഉദാഹരണം കാണാൻ സാധിക്കും. നബിതങ്ങൾ അവരുടെ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നത് അവരുടെ തൗറാത്തിൽ എപ്രകാരമാണോ ആ ഒരു കുറ്റത്തിനുള്ള ശിക്ഷ അപ്രകാരമാണ് അവരെ ശിക്ഷിക്കുന്നത്. ഇപ്പോൾ മഹാന്മാരൊക്കെ പറയാറുണ്ട്, ഈസാ നബി അലൈഹി ഇസ്ലാമിലെ മൃദുലതയും മൂസാ നബി അലൈഹി ഇസ്ലാമിലെ തീക്ഷ്ണതയും ചേർന്ന ഒരു സംയുക്ത രൂപമാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ളത് എന്ന്. ഈസാ നബിയുടെ മൂസാ നബിയുടെ എന്നല്ല, എല്ലാ നബിമാരുടെയും നല്ല ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട്. ഓരോ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഫബി ഹുദാഹു മുഖ്തദി, ബാക്കിയുള്ള നബിമാരുടെയൊക്കെ നല്ല ഗുണങ്ങളെ പ്രവാചകരോട് പിന്തുടരാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും നബി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നബിതങ്ങൾ ഈ കൽപ്പനയെ നബിതങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആയത്തിൻ്റെ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഈ തീരുമാനങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ തീരുമാനങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്ത് എടുത്തോളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഇത അസംത ഫതവക്കൽ അലല്ലാഹ്, നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്തോളുന്നു. നബി തങ്ങളുടെ വിശ്വാസത്തെ കാണിക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ പുറമെ ലോകത്തെല്ലാ വിശ്വാസികൾക്ക് മാത്രം ലഭിക്കുന്നത് പ്രത്യേക ഒരു ഗുണം അതിൻ്റെ ഉള്ളിലുണ്ട്. എന്താ വെച്ചാൽ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടാവും. അള്ളാഹുവിനെ വരമേൽപ്പിച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിനെ ഒരു കാര്യം ഏൽപ്പിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ അത് പരാജയപ്പെടില്ല എന്നുള്ളൊരു ആത്മധൈര്യം ഉണ്ടാവും. ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു കോർണർ ഇല്ലല്ലോ, ഒരു സമാധാനത്തെ മനഃശാന്തിക്കുള്ളൊരു കോർണർ അവർക്കില്ല. പിന്നെ മാത്രമല്ല അള്ളാഹു താലയിലേക്ക് തവക്കൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് എന്താണ്, ഇന്നല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ. ഈ തവക്കൽ ഏൽപ്പിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു താലയിലേക്ക് തവക്കൽ ഏൽപ്പിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതൊരു പ്രത്യേക ഗുണമാണല്ലോ. ഒരു പണി ഏൽപ്പിക്കാൻ, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പണി ഏൽപ്പിക്കലല്ല, എങ്കിൽ കൂടെ അത് ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അള്ളാഹു അവരെയും ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ജീവിതത്തിൽ ആളുകളാൽ ഇഷ്ടപ്പെടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയിച്ചതുപോലുള്ള ജീവിതത്തിൽ നമ്മൾ ഒരല്പമെങ്കിലും, പൂർണ്ണമായിട്ട് എന്തായാലും സാധിക്കില്ല, ഒരല്പമെങ്കിലും പിന്തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ആയത്താണിത്. എന്തുവാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഗുണങ്ങൾ അതിലിങ്ങനെ എണ്ണി പറയുന്നുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്രമാത്രം എത്തി, ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവരെത്രമാത്രം അത് അടുപ്പിച്ചു, ഇതൊക്കെ പറയുന്നൊരു നല്ല മനോഹരമായിട്ടുള്ള ഒരായത്താണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.